കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ നമ്മളെ മറച്ച് പാറമേൽ നമ്മളെ ഉയർത്തി സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണങ്ങളെ ഓർത്തുകൊണ്ട്, കരുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും എന്ന് കാണുന്നു. പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു വർണ്ണനയാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. ദൈവം മനുഷ്യനോടുകൂടെ ഇരിക്കുന്ന, വസിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര സന്തോഷകരമായ ഒരനുഭവമാണ് ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന, ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ നാളുകൾ. ആ ഭാവിയുടെ പ്രത്യാശയെ കാത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ദൈവം തുടച്ചു കളയുന്ന പ്രത്യാശയുടെ നാളുകൾ എത്ര മനോഹരമാണ്. നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുകൾ തുടച്ചു കളയുന്ന നമ്മുടെ ദൈവം. അതേ, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവം കണ്ണുനീർ തുടയ്ക്കുന്നു. കണ്ണുനീരിന് ആസ്പദമായി ഉണ്ടാകുന്ന വിഷയങ്ങളെ ദൈവം പൂർണ്ണമായി പരിഹരിക്കുന്നു എന്നുള്ളതാണ്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഈ ലോകമോ തരികില്ല ഒരു സുഖവും സമാധാനവും. ഈ ലോകം കണ്ണുനീർ നിറഞ്ഞ ലോകമാണ്. ഈ കണ്ണുനീര് തരുന്ന ലോകത്തിൽ നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, പരിഹാരം തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഒത്തിരി കരഞ്ഞതായിട്ടുള്ള ഹന്നായെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൾ ഒത്തിരി കരയുന്നവളാണ്. അവിടെ കരച്ചിലോടുകൂടെ അവളുടെ സങ്കടങ്ങളെല്ലാം ദൈവത്തോടവൾ പറയുകയാണ്. അവൾ കരഞ്ഞ് കരഞ്ഞ് അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. എന്നാൽ ദൈവം അവളുടെ കരച്ചിലിന് മറുപടി നൽകി. അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. അവൾ എന്തിനു വേണ്ടി കരഞ്ഞുവോ ആ കരച്ചിലിന്റെ പരിഹാരം ദൈവം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒരു പുരുഷ സന്താനത്തെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോടവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പുരുഷ സന്താനത്തെ തന്നെ കൊടുത്ത്, ഒഴുക്കിയ കണ്ണുനീർക്ക് പ്രതിഫലം കൊടുത്ത് എന്നേക്കുമായി അവിടെ കണ്ണുനീരിനെ ദൈവം തുടച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വൈകിയാലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വൈകിയാലും നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നീ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, ഏതൊക്കെ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ, ആ വിഷയത്തിന് പരിഹാരം നൽകി നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. കരയുന്ന കുഞ്ഞിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും ആശ്വസിപ്പിച്ച് കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ദാവീദിന്റെ ജീവിത അനുഭവങ്ങൾ നാം പഠിക്കുമ്പോൾ ദാവീദിന്റെ പല സങ്കീർത്തനങ്ങളും കണ്ണുനീരിന്റെ സങ്കീർത്തനമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ പിന്നാലെ സഞ്ചരിച്ചതായിട്ടുള്ള, തന്റെ ജീവനെ വെല്ലുവിളിച്ചുകൊണ്ട് പിന്തുടരുന്ന ശൗലിന്റെ ശക്തികളും മറ്റു ഭയങ്ങളും നിരാശകളും തന്നെ വേട്ടയാടുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ അടുത്തു ചെല്ലുകയാ.
എൻ്റെ ഉഴൽച്ചലുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കുകയില്ലയോ എന്ന് സങ്കടത്തോടെ ഭക്തൻ പറയുന്നു. അവന്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ ആക്കി വെച്ച ദൈവം സമയമായപ്പോൾ അവൻ എന്തൊക്കെ ആഗ്രഹിച്ചുവോ, എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുവോ, എന്തിനു വേണ്ടിയൊക്കെ കണ്ണീരൊഴുക്കിയോ, അതിനെല്ലാം ദൈവം പ്രതിഫലം കൊടുത്ത് അവന്റെ കണ്ണീരിനെ ദൈവം തുടച്ചു കളഞ്ഞു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീർ നിന്നെ വരുത്തുന്ന, ഭയം വരുത്തുന്ന മേഖലകൾ, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നിന്റെ കണ്ണുനീരുകൾ തുരുത്തിയിലാക്കി വെച്ചുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് ഒരു ദിവസം പ്രതിഫലം തരുന്ന, മറുപടി തരുന്ന സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കൂ. ദാവീദിന്റെ കണ്ണുനീരിനെ തുടച്ച സർവശക്തനായ ദൈവം നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ വിശ്വസ്തനാണ്. അതേ, ഏക സഹോദരന്റെ പെട്ടെന്നുള്ള മരണത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന മാർത്തയുടെയും മറിയയുടെയും കരച്ചിലുകൾ, ഭയങ്കരമായ കരച്ചിലുകൾ, ഹൃദയം തകർന്നുള്ള കരച്ചിലുകൾ. എന്നാൽ ആ കരച്ചിലിന് ഒരു ദിവസം പരിഹാരം ലഭിക്കുകയാണ്. ആ സഹോദരനെ കല്ലറയിൽ വെച്ചു. 4-ാം ദിവസം നാറ്റം വെച്ച് തുടങ്ങി. അവിടെ കണ്ണുനീർ കണ്ട കർത്താവ് അവിടെ കടന്നു വന്നിട്ട് ലാസറിന് ജീവൻ കൊടുത്ത്, ലാസറെ പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ കൊടുത്ത് ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് ആ സൗകര്യമാരുടെ കണ്ണുനീരിനെ തുടച്ച കർത്താവ് നിന്റെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന മേഖലകൾ, അസാധ്യമെന്ന് പറയുന്ന മേഖലകൾ, ഇനി ഒരിക്കലും ശരിയാകയില്ലെന്ന് പറയുന്ന മേഖലകൾ, നീ നാളുകളായി ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, കർത്താവേ ഇതിന് പരിഹാരമുണ്ടാകുമോ എന്ന് വിഷമിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ, നിന്റെ കണ്ണുനീരുകളെ തുടച്ച് പ്രത്യാശയെ പുതുക്കി നിന്റെ വിശ്വാസത്തെ ശക്തീകരിച്ച് ബലത്തോടെ നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അതേ, നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ കരഞ്ഞതായിട്ടുള്ള അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുരുടന്മാർ കരഞ്ഞു, അവർ കരഞ്ഞു. എന്നാൽ യേശു അവിടെ കരച്ചിൽ കേട്ടു. കണ്ണുനീര് കണ്ട യേശു അവിടെ നിന്നു. അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. ഗുരു, കണ്ണ് തുറന്നു കിട്ടണം. അവരുടെ ആ കണ്ണിനെ, അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട്, ആ കണ്ണുനീരുകൾ തുടച്ചുകൊണ്ട് കണ്ണിനെ തുറന്ന് കാഴ്ച കൊടുത്ത ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ എന്താണോ, നിങ്ങളുടെ കണ്ണീരിനെ തുടയ്ക്കുവാൻ, പരിഹാരം തരുവാൻ ദൈവം ശക്തനാണ്. അതെ, ഈ ദിവസങ്ങളിൽ കരയുന്ന കണ്ണീരിനെ തുടച്ച് നിന്നെ സന്തോഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ, കണ്ണുനീരുകളെ തുടയ്ക്കണമേ, കണ്ണുനീർ ഒഴുക്കുന്ന വിഷയത്തിന്മേൽ പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ.